ഇന്നൊരു ഗോതമ്പ് നുറുക്ക് ലഡുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ലഡുവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് നുറുക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഉണക്കിയതാണെങ്കിൽ വീണ്ടും ഇങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. എങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് മാത്രം. ഇത് നല്ലൊരു മണം വരും. ഇത് ഇങ്ങനെ റോസ്റ്റായി വരുമ്പോൾ അപ്പോൾ ആ ഒരു മണം വരുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നേരിട്ട് കഴുകി ആ നനവോട് കൂടിയിട്ടാണെങ്കിലും ഇങ്ങനെ ഇട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വെള്ളം വറ്റുന്നത് വരെ ഈ പറഞ്ഞ പോലെ ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെയല്ല, ഗോതമ്പ് നുറുക്കും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. അപ്പോൾ ഈ പാനിൽ നിന്ന് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട് കൂടി വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാനിപ്പോൾ ഉണക്കമുന്തിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഇവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി നെയ്യിൽ നിന്ന് കോരിയെടുക്കാം. പിന്നെ ആ നെയ്യിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിലോ ഗ്ലാസ്സിലോ ആണോ ഗോതമ്പ് നുറുക്ക് മെഷർ ചെയ്തോ അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിലേക്ക് 2-3 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് ഞാൻ ചേർത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ കൂടുതലൊന്നും അല്ല, ഇതിന് വറ്റി വരുമ്പോൾ നല്ല കറക്റ്റായിട്ടിരിക്കും. ഇതിനെ അടച്ച് വെച്ചിട്ട് 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, പകുതി ഒന്ന് വേവായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചിങ്ങനെ പൊങ്ങി വന്നതുപോലെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി ഇത് മൂടിയൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുത്താൽ മതി. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ വെള്ളം വറ്റി കിട്ടും. ഈ വെള്ളം വറ്റുന്നതിനൊപ്പം തന്നെ ഈ ഗോതമ്പ് നുറുക്ക് പാകത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല പാകത്തിന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അല്ല, കംപ്ലീറ്റ് വെള്ളവും വറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് പൊടിച്ചതിന് ശേഷമാണ് 1 കപ്പ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഇത് മെൽറ്റായി കഴിയുമ്പോൾ ഒരുപാടങ്ങ് വാട്ടറി ആയിട്ട് തോന്നും. പക്ഷേ ഇതിപ്പോൾ പൊടിച്ചിട്ടാലും മെൽറ്റായി കഴിയുമ്പോൾ ഇച്ചിരി വാട്ടറി ആകും. പക്ഷേ നമ്മൾ പൊടിക്കാതെ ഇടുന്ന അത്ര വാട്ടറി ആവത്തില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആകെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഈ ലഡുവിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഉള്ളതെങ്കിൽ നല്ല നെയ്യുടെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഷുഗർ മെൽറ്റ് ആയതുകൂടി ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ കണ്ട പഞ്ചസാരയുടെ ഇതൊക്കെ നന്നായിട്ട് വറ്റി പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നിലും ഇതിപ്പോൾ ചേർക്കാം, അല്ലെങ്കിൽ ആ ഷുഗർ ചേർത്ത് കൊടുക്കത്തില്ലേ, ആ ഒരു ഒപ്പം തന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ബോൾസ് ആക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തണുക്കുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ഡ്രൈ ആവും. ഞാനൊരു നാരങ്ങ വലുപ്പത്തിലാണ് ഇത് ബോളാക്കുന്നത്. ഇതിലേക്ക് 1 ഉണക്കമുന്തിരി കൂടി ഇങ്ങനെ നടുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ലഡുവും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഗോതമ്പ് നുറുക്ക് ലഡു. ഇതുണ്ടാക്കാൻ വളരെ ഈസിയല്ലേ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. സാധാരണ ലഡു ഉണ്ടാക്കുന്നത് കടലമാവ് കൊണ്ട് ബൂന്തി ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. ഇത് ഗോതമ്പ് നുറുക്കായതുകൊണ്ട് വേറൊരു ടേസ്റ്റ്, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.